ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഒരു വലിയ അപകടത്തിൽ പെടുകയാണ്. മറ്റൊന്നുമല്ല, വർഷയ്ക്ക് ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടമാണല്ലോ. വർഷയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ വർഷയും കൂടെ വണ്ടിയിൽ പോകുന്നതൊക്കെ കണ്ടതും അവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തതും ഇതിൻ്റെയൊക്കെ ഒരു ബേസിൽ ആ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നമ്മുടെ വർഷയ്ക്ക് മറ്റൊരു കല്യാണം ഫിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഇവൾ പോലും അറിയാതെ അവളെ ഒരുക്കി കൊണ്ട് ചെല്ലുന്ന ആ ഒരു സമയത്താണ് വർഷ ശരിക്കും ഞെട്ടുന്നത്. അങ്ങനെ അവിടെ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് വർഷ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ്. അവിടെ വന്നപാടെ ആണെങ്കിലോ ശ്രീ ചോദിച്ചു, അയ്യോ ഇതെന്താണിത്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷ പറഞ്ഞു, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒരു കല്യാണ പെണ്ണ് തന്നെ ആയേനെ. ഭാഗ്യത്തിന് ഞാൻ സമയോചിതമായിട്ട് ഇടപെട്ടു. നീ ഇങ്ങനെ നടന്നോ, വീട്ടുകാരും നാട്ടുകാരും ഒന്നും അറിയേണ്ട നമ്മുടെ ഇഷ്ടത്തിൻ്റെ കാര്യം. ശ്രീ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടത്തണം. അതിന് ഇനി രജിസ്റ്റർ ഓഫീസിൽ പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടാനാണെങ്കിൽ അങ്ങനെ, എന്ത് കാര്യമാണെങ്കിലും ഉടനെ തന്നെ നീ തീരുമാനിക്കണമെന്നൊക്കെ പറയുമ്പം ശ്രീക്കാണെങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയുമാണ്. രണ്ടുപേരും കൂടെ ബ്യൂട്ടി പാർലറൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു സങ്കടത്തിൽ ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ മീരയോട് പറഞ്ഞു, എടി എന്നാണോ ചന്ദ്രമതി എൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി സകല കാര്യങ്ങളും തീരും. ഇപ്പം ആധാരം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലർ തന്നെ അത് മറ്റൊരാൾക്ക് വിറ്റത്. ഇനി എനിക്ക് അറിയില്ലടി, കാര്യങ്ങൾ എങ്ങനെ ഓടിച്ചു പോകും, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ മീരയോട് പറയുമ്പം മീര പറഞ്ഞു, ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഇത്രയൊക്കെ നീ ഫേസ് ചെയ്തില്ലേ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആലോചിച്ചും കണ്ടുമൊക്കെ പോവാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിയുടെ കോള് വരികയാണ്. ആ കോള് കണ്ടതും നമ്മുടെ മീര പറഞ്ഞു, എൻ്റെ പൊന്നു ശ്രുതി, നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നല്ല ആയുസാണല്ലോ. പെട്ടെന്നൊന്നും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവില്ല. എന്തായാലും അവർ വിളിച്ചത് എന്തിനാന്നൊക്കെ അറിയാം. നീ ആ ഫോണൊന്ന് എടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തതും, മോളെ അമ്മയ്ക്കൊരു കാര്യം മോളോട് പറയാനുണ്ട്. എന്താ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ശ്രുതി ചോദിക്കുകയാണ്. അതെ, എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയാണ് മോളെ, 2-3 ദിവസമായി തുടങ്ങിയിട്ട്. മോളെ, ഞാനേ നിൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. അവിടെ വന്നു കഴിഞ്ഞാൽ നീ എന്നെ മസാജ് ചെയ്യുമല്ലോ. അങ്ങനെ മസാജ് ചെയ്താൽ അമ്മയുടെ വേദനയൊക്കെ മാറും. അമ്മ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പം ആദ്യം നമ്മുടെ ശ്രുതി ഒന്ന് ആലോചിച്ചു. പിന്നെ ഇവരോട് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലും പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് ശ്രുതി പറഞ്ഞു, അമ്മ പോന്നോ, ധൈര്യമായിട്ട് പോന്നോ. അങ്ങനെയാണ് മോളെ, അമ്മ ഇവിടെ താഴെ നിൽക്കുന്നുണ്ട്, ഇപ്പം തന്നെ മേലിലേക്ക് വരാമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അങ്ങ് കയറി വരിക. അപ്പോഴാണ് ശ്രുതി ഒരു കാര്യം ആലോചിച്ചത്. ദൈവമേ, ചന്ദ്രാസ് ബ്യൂട്ടി കെയർ എന്നായിരുന്നല്ലോ ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അത് മറ്റൊരു ഓണർക്ക് വിറ്റത് കൊണ്ട് തന്നെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അമ്മ എങ്ങാനും അത് കണ്ടുപിടിച്ചാൽ പിന്നെ തീർന്നു. ഇനി താൻ എന്ത് ചെയ്യും? അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വേഗം തന്നെ ഒരു തുണി എടുത്തിട്ട് ആ ഒരു പേരൊക്കെ അങ്ങ് മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി വന്നു തൻ്റെ സ്വന്തം പേരിലുള്ള സ്ഥാപനത്തിലേക്ക്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ്. രണ്ടുപേരും കൂടെ വളരെ റൊമാൻറ്റിക് ആയിട്ടിരുന്ന് സംസാരിക്കുക. അതെ സച്ചിയേട്ടാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ശ്രീകാന്തിൻ്റെ കാര്യം തന്നെയാണ്. അവൻ ഇങ്ങനെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകുമോ? അവൻ്റെ വിവാഹമൊക്കെ നടത്തണ്ടേ? അത് ഞാനും ആലോചിച്ചു. എന്തായാലും അമ്മ കണ്ടുപിടിച്ചതുപോലെ ശ്രുതിയെ പോലുള്ളൊരു പെണ്ണിനെ അല്ല ഈ വീട്ടിൽ ഇനി വേണ്ടത്. ഇവിടെ വേണ്ടത് നിന്നെപ്പോലെ ഇത്രയും ഐശ്വര്യവും സൗന്ദര്യവും അതുപോലെ അതിലേറെ ആത്മാർത്ഥതയും ഒക്കെയുള്ള നിന്നെ പോലെയുള്ളൊരു സാധാരണക്കാരി, അങ്ങനെയുള്ളൊരു പെണ്ണ് വേണം. എന്നാൽ മാത്രമേ നാളെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം നിങ്ങൾ ചുമ്മാ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല,
അല്ലേ? സത്യം പറയേ, നിങ്ങൾക്ക് എന്നോട് അത്രയൊക്കെ സ്നേഹം ഉണ്ടോയെന്ന് രേവതി ചോദിക്കുകയാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ അവളുടെ അടുത്ത് പറയുകയാണ്. രേവതിക്ക് വലിയ നാണമൊക്കെ ആയിട്ടോ. രേവതി പറഞ്ഞു, അതെ, എന്നെ ചുമ്മാ അങ്ങ് സോപ്പിടാനൊന്നും വിചാരിക്കേണ്ട. അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. കാണിക്കാം, ഇങ്ങ് വാ, ഞാൻ കാണിക്കാമെന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ നമ്മുടെ രേവതിയെ അടുത്തേക്ക് വിളിച്ചു. അവളുടെ കവിളിൽ ഒരു ചുംബനം കൊടുക്കുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ നെഞ്ച് പടപടാന്നിടിക്കുകയാണ്. ചന്ദ്രമതി ഇവിടെ എത്തിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് ശ്രുതിക്ക് വേറെ ക്ലയൻസും ഉണ്ട്. തൻ്റെ സ്ഥാപനമല്ല, താൻ അവിടെ ഒരു ജോലിക്കാരി മാത്രമാണെന്ന് അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. അങ്ങനെ അമ്മയ്ക്ക് പ്രത്യേകം ഫേഷ്യൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചന്ദ്രയെ പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ പുള്ളിക്കാരി അവിടെ ഇരുന്നു. ശ്രുതി ആ സമയത്ത് അതിനുള്ള ഫേസ് പാക്കും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് യഥാർത്ഥ ഓണർ വരുന്നത്. അവർ വന്ന ആ ഒരു പാടെ തന്നെ നമ്മുടെ ചന്ദ്രമതി കാര്യങ്ങൾ അറിയുമോ എന്നുള്ളൊരു പേടിയാണ് ശ്രുതിക്ക് ഉണ്ടായത്. ശ്രുതി പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരി മീരയോട് പറഞ്ഞു, മീരയടി, എൻ്റെ അമ്മായിയമ്മയെ നീ ഒന്ന് നോക്കിക്കോണേ, ഞാൻ ആ മേഡത്തിനെ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് കുറച്ച് സമയത്തേക്ക് അവളവിടെ നിന്ന് മുങ്ങി. ഈ സമയത്ത് നമ്മുടെ മീരയാണ് പിന്നെ ചന്ദ്രയ്ക്ക് വേണ്ടുന്ന മസാജ് ചെയ്യലും അതുപോലെ ചന്ദ്രയുടെ ഫേസിൽ മാസ്കൊക്കെ ഇട്ട് കൊടുക്കുന്നതും മറ്റേ കത്രിക്കയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കണ്ണിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ചന്ദ്ര പറഞ്ഞു, മോളെ എടി ശ്രുതി, അമ്മയ്ക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ദേ, ശ്രീകാന്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കുടുംബത്തിലെ നല്ല അന്തസ്സുള്ള ഒരു കുടുംബത്തിലെ കൊച്ചിനെ കൊണ്ടുവരണം. മോൾക്ക് അങ്ങനെ വല്ലവരെയും പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ മൂളുമ്പോഴത്തേക്കിനും ചന്ദ്ര വിചാരിച്ചു ശ്രുതി തന്നെ ആയിരിക്കും. പക്ഷേ ശ്രുതിയല്ല, അത് നമ്മുടെ മീര തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീരയുടെ കാര്യവും ചന്ദ്ര പറഞ്ഞു, നിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, ഒരു വായാടി, അവളെ ഇങ്ങോട്ട് അധികം അടുപ്പിക്കേണ്ട കേട്ടോ. അവൾ എൻ്റെ ശ്രീകാന്തിനോട് വലിയ കാര്യത്തിൽ ഇടപഴകുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ സമയം നമ്മുടെ മീരയാണെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ സ്പീഡൊക്കെ അങ്ങ് കൂട്ടി ചന്ദ്രയുടെ കിറുക്കിട്ട് കുത്തുന്നു, കവിളത്തിട്ട് തട്ടുന്നു, പല പരിപാടികൾ. അത്തരത്തിൽ ഉള്ള ഒരു സൂപ്പർ ഹിറ്റ് രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്